മേഡത്തിൻ്റെ 37 വർഷത്തെ കേന്ദ്ര സർക്കാരിൻ്റെ സർവീസിൽ നിന്നും മാരീഡ് റിട്ടയർഡ് ആയതിനു ശേഷം മേഡത്തിൻ്റെ ഇൻഡർ ഡ്രീം എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർ ആയതിനു ശേഷമാണ് കൂടുതൽ തിരക്കായത്. പക്ഷേ ടെൻഷൻ ഇല്ലാത്ത തിരക്കെന്ന് പറയുന്നത്, അതായത് ഞാൻ ആസ്വദിക്കുന്ന രീതിയിലുള്ള തിരക്ക്. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ സർവീസിലിരിക്കുമ്പോഴേ ഉണ്ടായിരുന്നു. കുറേശ്ശെ സർവീസിലിരിക്കുമ്പോൾ അതിന് പെർമിഷനോട് കൂടി തന്നെ എഴുത്ത്, ഷോർട്ട് ഫിലിംസ്, ആൽബംസ്, അതായത് ഞാൻ പാടി ഞാൻ തന്നെ സംവിധാനം ചെയ്യുന്ന ആൽബംസ്, ഇതൊക്കെ സർവീസിലിരിക്കുമ്പോൾ തന്നെ ചെയ്തിരുന്നു. പക്ഷേ വളരെ ആഴത്തിൽ അതിൽ സജീവമായിട്ട് ഇറങ്ങിച്ചെന്ന സംവിധാനമൊക്കെ നിർവഹിക്കാൻ തുടങ്ങിയത് റിട്ടയർ ആയ ശേഷമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലോകം എങ്ങനെയാണോ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം, അതിൽ ഒരുപാട് പേരും അഭിനയിക്കാൻ താല്പര്യമുള്ളവർ ഒരു ചാൻസ് തരുമോ എന്ന് ചോദിച്ചിട്ടുള്ള കുറേ പേർക്ക് അവസരങ്ങൾ കൊടുത്ത് 59 പേര് അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമാണ്. 1 മണിക്കൂർ ദൈർഘ്യമുണ്ട് അതിന്. ലോകം അങ്ങനെയാണ്. അതിൽ നിന്നും കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അങ്ങനെ ആഗ്രഹമുള്ളവർക്കെല്ലാം അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പടം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ മങ്ങലേൽക്കുമെന്ന്. അപ്പോൾ സംവിധായക എന്ന നിലയ്ക്ക് അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പിന്നത്തെ സിനിമ ഞാൻ എടുത്തപ്പോൾ മണവാട്ടി കാത്തിരിക്കുന്നു, അത് 1 അവർ ടെലിഫിലിം തന്നെയായിരുന്നു. അതിലൊരു 40 പേരോളം അഭിനയിച്ചിരുന്നു. പക്ഷേ വളരെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. 31,000 31,000 ആൾക്കാരോളം കണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് അത് യൂട്യൂബിൽ. പിന്നെ അതിനുശേഷം എനിക്ക് പാട്ടിഷ്ടമാണ്. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി എഴുതിയ പാട്ടാണ്. സാധാരണ ഞാൻ തന്നെ എഴുതുന്ന പാട്ടുകൾ പാടിയിട്ടാണ് ഞാൻ ആൽബംസ് ചെയ്യാറ്. പക്ഷേ ഇത് എൻ്റെ ഒരു കൂട്ടുകാരി, എൻ്റെ നാട്ടുകാരിയും കൂടെ ജസ്ലറ്റ് ബെഞ്ചമിൻ എഴുതിയിട്ടുള്ളൊരു പാട്ട് ഞാനത് പാടി അത് വിഷ്വൽ ആൽബമാക്കി. എന്നെ അതിശയമായി നടത്തും യേശു. അങ്ങനെ അത് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് എൻ്റെ സംവിധാനത്തിൽ ആൾക്കാർക്ക് വിശ്വാസം വന്നു. ഒരുപാട് പേർക്ക് അതിൽ വളരെ മതിപ്പ് തോന്നി. അങ്ങനെ ശ്രീ മഹേഷ് മാണിക്യം ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ കഥയും തിരക്കഥയൊക്കെ. അങ്ങനെ വുമൻസ് ഡേ, അത് ഇൻഡിപെൻഡൻസ് ഡേ ഇറങ്ങിയ വനിതാ ദിനത്തിന് ഇറങ്ങിയ ഒരു സിനിമയാണ് അത്. വുമൻസ് ഡേ അതൊരു സാമൂഹ്യ പ്രതിപത്തിയുള്ള കഥ. അങ്ങനെ അതും കഴിഞ്ഞു. അതിനിടയിൽ എഴുത്ത് നിർത്തിയിട്ടില്ല. സംവിധായിക ആകുന്നതൊക്കെ കൊള്ളാം, അഭിനയിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എൻ്റെ എഴുത്തുകൾ തന്നെയായിരുന്നു. എൻ്റെ ഒരു കവിതയായിരുന്നു മണവാട്ടി കാത്തിരിക്കുന്ന സിനിമയായി മാറിയത്. അതുപോലെ തന്നെ എൻ്റെ ഒരു ചെറുകഥയാണ് ലോകം എങ്ങനെയാണ് സിനിമയായി മാറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുത്ത് ഞാൻ നിർത്തിയിട്ടില്ല. അങ്ങനെ കുറച്ച് ദിവസം ഞാൻ മോളോടൊപ്പം ദുബായിൽ ദിവസങ്ങൾ ചിലവഴിക്കാൻ പോയപ്പോൾ ദുബായ് ഡേയ്സ് എന്ന 26 ദിവസം കൊണ്ട് 76 കവിതകൾ എഴുതി. അതൊരു കാവ്യാത്മക കഥ, ഒരു കവിതയുടെ തുടർച്ചയായിട്ട് അടുത്ത കവിത, അങ്ങനെ ഒരു നോവൽ വായിക്കുന്നതിൻ്റെ ഒരു പ്രതീതി തോന്നിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള സാഹിത്യത്തിൽ കയ്യൊപ്പ് ആരും അങ്ങനെ ചാർത്തിയിട്ടില്ല. മുൻ ചീഫ് സെക്രട്ടറി ജയകുമാർ സാർ അത് പറയുകയുണ്ടായി. നോർത്ത് ഇന്ത്യയിൽ 1-2 പേര് അത് ചെയ്തിട്ടുള്ളൂ. കേരളത്തിൽ നിന്ന് ഞാനാണ് ഇത് 2ാമത്തെ തവണയാണ് ഞാൻ ആദ്യം ഒരു ഇറ്റ് നൈറ്റ് കുഡ് ടോക്ക് എന്നൊരു പുസ്തകം, ഒരു കവിതയുടെ തുടർച്ചയായിട്ട് 28 കഥാപാത്രങ്ങൾ രാത്രി ചിലവഴിക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ ദുബായിൽ ഇവിടുന്ന് പുറപ്പെട്ട് തിരിച്ച് പ്ലെയിനിൽ കയറി കൺവെട്ടത്തിൽ നിന്ന് ദുബായ് മറയും വരെയുള്ള കാര്യങ്ങളാണ് ദുബായ് ഡേയ്സിൽ. അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ഷോർട്ട് ഫിലിം, ഇത് എൻ്റെ ഒരു കൂട്ടുകാരി മഹിള ബാബു എഴുതിയിട്ടുള്ളൊരു കഥയാണ്. കഥയെന്ന് പറഞ്ഞൊരു റിയൽ അനുഭവമാണ്, സാമൂഹ്യ പ്രതിപത്തിയുള്ളൊരു അനുഭവം. ഇത് ഒരു പുതിയ ഒരു അനുഭവമോ അല്ലെങ്കിൽ വളരെ പ്രത്യേകതയുള്ളതല്ല. ഇത്തരത്തിലും നികൃഷ്ടമായ സംഭവങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ നമുക്ക് തുടച്ചു മാറ്റാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ആസ്പദമാക്കി സിനിമകൾ ഒരുപാട് പേര് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെപ്പോലുള്ളവർ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള ഐ ഓപ്പണർ ഫിലിംസ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. കാര്യം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം അത് എങ്ങനെയൊക്കെ പരിഹരിക്കാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മാതാപിതാക്കൾക്കും സമൂഹത്തിനും സന്ദേശം നൽകുന്ന രീതിയിലുള്ള ഒരു വളരെ പവർഫുള്ളായിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് കനലാഴങ്ങളിൽ. അതിൻ്റെ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞു. ഇനി നാളെയാണ് ബാക്കി. ഒത്തിരി ഇതിനകത്തും കഥാപാത്രങ്ങൾ വേണ്ടെന്ന് വെച്ചാലും അത്യാവശ്യം കഥാപാത്രങ്ങൾ വേണം. ഇതൊരു കുടുംബചിത്രമാണ്. അങ്ങനെ ക്രൈം ആയതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം കൂടെ ഇൻവോൾവ് ആവുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് ഫിലിം കനലാഴങ്ങളിൽ. ബാക്കി ഭാഗം നാളെ ചിത്രീകരിക്കുന്നതാണ്. അതുകൊണ്ട് അത് ഉടൻ ഈ മാസം തന്നെ റിലീസാവുന്നതാണ്. മാഡത്തിൻ്റെ ഫാമിലി കുട്ടികളൊക്കെ എങ്ങനെ വിദേശത്താണെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ സമയം ചിലവഴിക്കുന്നത്? ടൂർ പോകാറുണ്ടോ? ആക്ച്വലി എനിക്ക് എൻ്റെ എഴുത്തിൻ്റെയും ഈ സംവിധാനവും അഭിനയം എല്ലാത്തിൻ്റെയും ഇത് വരാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഏകാന്തതയാണ്. കാര്യം
മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് തന്നെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയായി അവർ ദൂരെ നിന്നാണ് പഠിക്കുകയൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് ജോലിയുടെ ഭാഗമായിട്ട് ഒരാൾ കാനഡയിലും ഒരാൾ ദുബായിലുമാണ്. അത് തന്നെയാണ്. പിന്നെ ഹസ്ബൻഡ് നാടാണ് ഇഷ്ടം. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള എൻ്റെ ഇങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളും ഇങ്ങനെയുള്ള ഒരു എക്സ്ട്രോവേർട്ടായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് ഈ വയസ്സാം കാലത്തെങ്കിലും എൻ്റെ ആഗ്രഹത്തിന് നേരത്തെ 37 വർഷം സർവീസ് ചെയ്യുമ്പോൾ എല്ലാ കാര്യം ചെയ്യണമെങ്കിൽ പെർമിഷൻ വേണം. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മുടെ ഒരു ഓൾഡ് ഏജിലെങ്കിലും നമ്മുടെ റിട്ടയർമെൻറ്റ് പീരീഡെങ്കിലും നമുക്ക് സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തി, കുറേ മെസ്സേജസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഞാനൊരു വർക്ക് ചെയ്യുമ്പോൾ അതിലിപ്പം തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം, നിർമ്മാണം, ഡബ്ബിങ്, അതുപോലെ തന്നെ ഗാനരചന, ഗാന ആലാപനം, ഇങ്ങനെ ഇംഗ്ലീഷ് സബ് ടൈറ്റിലിങ് ഒരുപാട് ടാസ്ക്കാണ് ഒരു പ്രോജക്റ്റിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ എൻ്റർടൈൻമെൻറ്റാണിത്. മക്കളെ അടുത്തില്ല, ഫാമിലി അടുത്തില്ല. അപ്പോൾ എൻ്റെ ഒറ്റയ്ക്കുള്ള സമയം വെറുതെ ഇരുന്നും ടിവിയും കണ്ട് അല്ലെങ്കിൽ ചുമ്മാ വെറുതെ യാത്രകൾ പോകാതെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട്